ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാസ് കട്ടർ. ഇപ്പോൾ വീട്ടിലുള്ള ഗ്രാസ് കട്ടറാണ്. ഈ ഗ്രാസ് കട്ടറിൽ ഇപ്പോൾ റോപ്പ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തിരുന്നത്. പക്ഷേ അതൊന്ന് ബ്ലേഡ് മാറ്റിയിടണം. അതെങ്ങനെയാണ് സാധാരണക്കാർക്ക് ബ്ലേഡ് മാറ്റിയിടാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോ കൂടെ. ഈ ഗ്രാസ് കട്ടറിൻ്റെ പേര്, അതായത് മാനുഫാക്ചർ ഹുസ്ക്വർണ എന്നുള്ള കമ്പനിയാണ്. ആ കമ്പനിക്കാർ തന്നിട്ടുള്ള റോപ്പാണ് ആദ്യം കിടന്നിരുന്നത്. പക്ഷെ നമുക്കത് ഗ്രാസൊക്കെ ഇത്തിരി കട്ടി കൂടിയ തണ്ടുള്ള ചെടികളൊക്കെ നമുക്ക് മുറിക്കണം. അപ്പോൾ നമുക്ക് ഈ ബ്ലേഡ് എങ്ങനെയാണ് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ബ്ലേഡ്. ഈ ബ്ലേഡിന് ഇവിടെ കട്ടിങ് എഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കട്ടി കൂടിയ ചെടികളിലൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് നമുക്ക് നോക്കാം. സാധാരണ ഇത് റോപ്പ് ഇടുമ്പോൾ എങ്ങനെയാണ് അത് തിരിയുന്നത്? ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിയും. പക്ഷേ ഇതെങ്ങനെ അഴിച്ചെടുക്കാമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അഴിച്ചെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ടാവും. ഈ ഇതിലേക്ക് ഇങ്ങനെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും പിടിച്ചിട്ട് നമ്മൾ തിരിച്ച് നോക്കാം. ഇതാ, ഇപ്പോൾ അത് ലോക്കായി നിന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അത് അങ്ങോട്ട് തിരിയുന്നില്ല. ഓക്കെ, എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ വെച്ചോട്ട് ഇതിനെ ഇടതുഭാഗത്ത് ഇങ്ങനെ കറക്കുക. ഇങ്ങനെ കറക്കിയാൽ ഇപ്പോൾ ഇത് തിരിഞ്ഞിങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഹെഡ് അഴിച്ചെടുക്കുന്നത്. ഇതാ, ഇപ്പോൾ നമുക്ക് ഹെഡ് അഴിച്ചു കഴിഞ്ഞു. ഇനി ബ്ലേഡ് അതിൻ്റെ കവറിന്ന് നമ്മൾ അഴിച്ചെടുത്ത് കഴിഞ്ഞു. ഇങ്ങനെ കപ്പുണ്ടാവും, പിന്നെ ഒരു നട്ടുണ്ടാവും, അതിൻ്റെ ഒരു സ്പാനറും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിൽ ഈ ഹെഡ് അഴിച്ചപ്പോൾ നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ടല്ലോ. ഈ ഷാഫ്റ്റിലേക്ക് ഇതിങ്ങനെ ഇറക്കി വയ്ക്കണം. ഇറക്കി വെച്ചതിന് ശേഷം ഈ കപ്പ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കണം. എന്നിട്ട് ഒരു നട്ടുണ്ട്. ഈ നട്ട് എടുത്തിട്ട് ലെഫ്റ്റിലേക്കാണ് തിരിക്കേണ്ടത്, ടൈറ്റ് ചെയ്തത്. ഈ നട്ടിൻ്റെ പേര് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനിട്ടിട്ട് സോക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടർ ബ്ലേഡ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് കറങ്ങുന്നുണ്ടോയെന്ന്. ഒന്നും കൂടെ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണയൊക്കെ റൈറ്റിലേക്കാണ് ടൈറ്റ് ചെയ്യുമെങ്കിൽ ഇത് ലെഫ്റ്റിലേക്കാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ബ്ലേഡ് ഉറപ്പിക്കേണ്ടത്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഇതുവരെ